ചമയ ഘോഷയാത്ര അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് AN ഷംസീർ സ്പീക്കർ പ്രസംഗിക്കുകയായിരുന്നു. നമ്മുടെ S. വിജയകുമാർ നമുക്കൊപ്പം തത്സമയം ലേറ്റസ്റ്റ് വിവരങ്ങളുമായി തൃപ്പൂണിത്തുറയിൽ നിന്ന് ചേരുകയാണ്. വിജയകുമാർ, മഴ മാറി നിൽക്കുന്ന അന്തരീക്ഷം അവിടെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഘോഷയാത്ര ഔപചാരികമായി തുടങ്ങിക്കഴിഞ്ഞോ? ഘോഷയാത്ര ഔപചാരികമായി തുടങ്ങിയിട്ടില്ല. ഘോഷയാത്ര തുടങ്ങുന്നതിന് മുന്നോടിയായി അത്തം പതാക ഉയർത്തുക എന്ന ചടങ്ങാണ് ഇനി ബാക്കിയുള്ളത്. അത് ഇപ്പോൾ നടക്കും. അതിന്റെ ഉദ്ഘാടന ചടങ്ങ്, അതായത് ഘോഷയാത്രയുടെ അത്താഘോഷത്തിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങ് ഇതിനോടകം നിയമസഭാ സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി അത്തം ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിക്കുന്ന അത്തം പതാക ഉയർത്തുകയാണ്. ആ പതാക ഉയർത്തുന്നത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, പ്രഗത്ഭരായ പഞ്ചവാദ്യ കലാകാരന്മാർ അവരുടെ മേളം തുടങ്ങിയിട്ടുണ്ട്. അത്തം പതാക ഈ പതാക ഇവിടെ അല്പസമയത്തിനകം ഈ വലിയ കൊടിമരത്തിൽ ആ പതാക ഉയർത്തും. ഇത് തൃപ്പൂണിത്തുറ ഈ കൊച്ചി രാജകുടുംബത്തിന്റെ പക്കൽ നിന്നും എന്ന് വെച്ചാൽ അവരുടെ പ്രതിനിധി കൈമാറുന്നതാണ് ഈ പതാക. ആ പതാക ഇവിടെ ഉയർത്തുന്നതോടെയാണ് ഈ ഘോഷയാത്ര തുടങ്ങുന്നത്. നമ്മൾ ഈ അത്തം നഗറിൽ ഈ നിൽക്കുന്ന ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് അത്തം പതാക ഉയർത്തിയ ശേഷം ആ ഘോഷയാത്ര പുറത്തേക്ക് പോകും. ആ ഘോഷയാത്രയുടെ ഏറ്റവും മുന്നിൽ ഒരു പല്ലക്ക്, നമ്മൾ മഞ്ചലത്തും പല്ലക്കെന്നും പറയുന്ന അത് പഴയ രാജ ഭരണകാലത്തെ അതിന്റെ പ്രതീകമായ ആ മഞ്ചൽ, ആ പല്ലക്കുണ്ടാകും. അതിന് തൊട്ട് പിന്നാലെ വലിയ മേളം മുഴക്കുന്ന ഈ പെരുമ്പറ മുഴക്കുന്ന ഒരു സംഘവും ഉണ്ടാകും. പല്ലക്കും പെരുമ്പറയ്ക്കും ഒപ്പം അതുപോലെ വിവിധ വാദ്യമേളങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, കലാരൂപങ്ങളൊക്കെ അണിനിരക്കുന്ന വലിയ ഘോഷയാത്രയാണ്. ഇതിൽ ചെണ്ടമേളമുണ്ട്, പഞ്ചവാദ്യമുണ്ട്, അതുപോലെ തന്നെ പല പല മേളങ്ങൾ. ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. പതാക ഉയർത്തിക്കഴിഞ്ഞു. പതാക ഉയർത്തിക്കഴിഞ്ഞാലുടൻ ഘോഷയാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. ഘോഷയാത്രയുടെ ആദ്യ ഭാഗം ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഘോഷയാത്ര അല്പസമയത്തിനകം ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. അത് ഈ തൃപ്പൂണിത്തുറ നഗരം ചുറ്റും സ്റ്റാച്യു വഴി, ലായം ഗ്രൗണ്ട് ഒക്കെ വഴി ചുറ്റി, പൂർണ്ണത്രയീശ ക്ഷേത്ര പരിസരത്തുകൂടി ചുറ്റി തിരികെ കിഴക്കേക്കോട്ട വഴി ഈ ബോയ്സ് ഹൈസ്കൂളിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യും. അങ്ങനെയാണ് ഏതാണ്ട് 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോഷയാത്ര പോകുന്നത്. ഈ പതാക ഉയർത്തിയതിന്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ ഇത് വെടിക്കെട്ട്, കരിമരുന്ന് ഒക്കെ നടക്കുകയാണ്. ഘോഷയാത്ര അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഈ അത്തം നഗറിൽ നിന്ന് പുറത്തേക്ക് യാത്ര തിരിക്കും. ആ ഘോഷയാത്രയെ അനുഗമിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡിന്റെ ഇരുവശവും ഇപ്പോൾ തന്നെ അണിനിരന്നു കഴിഞ്ഞു. വിജയൻ, ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണല്ലോ, അവിടെ പൊതുവേ ജനത്തിരക്കുണ്ടോ? ഇവിടെ മഴ മാറി നിൽക്കുകയാണ്. ഒരു തെളിഞ്ഞ അന്തരീക്ഷം, അതായത് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഒരു പെരുമഴ പെയ്തു. അപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. മഴ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുകയാണ്. കാലാവസ്ഥ കുറച്ച് തെളിഞ്ഞു നിൽക്കുകയാണ്. ഈ സമയത്ത് ഘോഷയാത്ര പുറത്തേക്ക് പോകും. ഇപ്പോൾ നേരത്തെ ആ മഴയുടെ സമയത്തൊക്കെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവരൊക്കെ ഇപ്പോൾ തിരികെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ ഗ്രൗണ്ടിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഘോഷയാത്ര കാണാൻ. ഇപ്പോൾ ഗ്രൗണ്ടിൽ വരാതെ തന്നെ ഈ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാലും അവർക്ക് ഈ ഘോഷയാത്ര കാണാൻ കഴിയും. ഈ നഗരത്തിന്റെ ഇരുഭാഗത്തും ബാരിക്കേഡ് വെച്ച് റോഡ് തിരിച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിന് ഇരുവശത്തും നിന്നാൽ ആളുകൾക്ക് ആ ഘോഷയാത്ര കടന്നു പോകുന്ന വഴി കാണാൻ കഴിയും. അവിടെ നിന്നാൽ ഈ ഉയർന്ന കെട്ടിടങ്ങളുടെയൊക്കെ മുകളിൽ നിന്നാൽ ഈ ഘോഷയാത്ര കാണാൻ കഴിയും. ഈ ഘോഷയാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഒരുപക്ഷെ വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെയുള്ള മുഴുവൻ കലാരൂപങ്ങളും അന്യം നിന്നു പോകുന്ന ഈ കാലത്തിന്റെ പ്രവാഹത്തിൽ മാറ്റിവെക്കപ്പെട്ട പല കലാരൂപങ്ങളും ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് വരും, അത്തച്ചമയ ഘോഷയാത്രയിൽ വരും എന്നതാണ് ഒരു പ്രത്യേകത. അതുകൊണ്ട് അതൊക്കെ മുഴുവൻ ആസ്വദിക്കുന്നതിനും കാണുന്നതിനുമുള്ള ഒരു വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു വേദി കൂടിയാണ് ഈ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്ര. അതുകൊണ്ട് എല്ലാവരും, ഇത് പ്രാദേശിക അവധി കൂടിയാണ് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അത് മിസ്സാക്കാതെ എല്ലാവരും ഇവിടെ വന്ന് ഇത് കാണാറുണ്ട്. തൃപ്പൂണിത്തുറക്കാരെ സംബന്ധിച്ച് അവരുടെ ഒരു ഓണം പോലെ തന്നെ, തിരുവോണം പോലെ തന്നെ അവർക്ക് പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിനും. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിലെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്നത് തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയവും തൃക്കാക്കരയിൽ ഉത്സവവും തുടങ്ങുമ്പോഴാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ കൊച്ചിയെ സംബന്ധിച്ച് അതൊരു പ്രാദേശിക ആഘോഷം എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഓണാഘോഷത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വലിയ ആഘോഷമായി ഇത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ അവർക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വന്ന്
നിൽക്കുന്നുണ്ട് ഈ ഘോഷയാത്ര കാണാൻ. ഇപ്പം കുറച്ച് വെയിലും വന്നിട്ടുണ്ട്. സ്കെയിൻ ചെമ്പിലരേനും കരിങ്ങാച്ചിറ കത്തനാരും ഒക്കെ വേദിയിലുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഈ പതാക ഉയർത്തൽ കൂടി കഴിഞ്ഞതോടെ ഘോഷയാത്ര പുറത്തേക്ക് ഇറങ്ങും. അതിന് സജ്ജമായി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. എസ് വിജയകുമാറാണ് നമുക്കൊപ്പം ചേർന്ന് വിവരങ്ങൾ നൽകിയത്.